പലസ്തീൻകാർക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രമില്ലാത്തതിന് ഇസ്രായേലിനെ എന്തിനാണ് കുറ്റം പറയുന്നത്? നിങ്ങളുടെ നേതാക്കന്മാരുടെ കഴിവുകേട് ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് അവിടെ ഒരു സ്വതന്ത്ര പാലസ്തീൻ ഇല്ലാത്തത്. അല്ലെങ്കിലും നിങ്ങളുടെ പ്രശ്നം സ്വതന്ത്ര പാലസ്തീൻ അല്ലല്ലോ. ഇസ്രായേൽ എന്ന രാഷ്ട്രം അവിടെ ഉണ്ടാകാൻ പാടില്ല, അതല്ലേ നിങ്ങളുടെ പ്രശ്നം. ചരിത്രം ഒന്ന് പരിശോധിക്കുക. 1948 മുതൽ 67 വരെ വെസ്റ്റ് ബാങ്ക് ജോർദാന്റെയും ഗാസ ഈജിപ്തിന്റെയും നിയന്ത്രണത്തിലായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഒരു സ്വതന്ത്ര പാലസ്തീൻ നിങ്ങൾ രൂപീകരിച്ചില്ല? ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് അറബ് നേതൃത്വം തന്നെയല്ലേ. ലോകമെമ്പാടു നിന്നും ഒഴുകിയെത്തിയ കോടിക്കണക്കിന് ഡോളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പലസ്തീനിൽ ഒരു സ്വർഗം തന്നെ പണിയാമായിരുന്നിട്ടും നിങ്ങളുടെ മുൻഗണന ഇസ്രായേലിനെ മുടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പൊതുജനങ്ങൾക്ക് വീടും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിച്ചു നൽകുന്നതിന് പകരം ഭൂമിക്കടിയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം പോലുമില്ലാത്ത തുരങ്ക ശൃംഖലകൾ നിർമ്മിച്ചുകൊണ്ട് പലസ്തീൻ ജനതയുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയ ഹമാസ് നേതാക്കന്മാരുടെ പരാജയത്തിന് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? മാത്രമല്ല, ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കന്മാരുടെ വിദേശത്തുള്ള ആസ്തികളെക്കുറിച്ചും ആഡംബര ജീവിതത്തെക്കുറിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലപ്പോഴായി റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. ഏകദേശം $4 ബില്യൺ മുകളിലാണ് ഹനിയയുടെ മാത്രം ആസ്തി കണക്കുകൂട്ടി. പാലസ്തീൻ ജനതയ്ക്കായി ലോകമെമ്പാടു നിന്നും ഒഴുകിയെത്തുന്ന സഹായങ്ങളും സക്കാത്തുകളും വകമാറ്റി തന്നെയല്ലേ ഇവർ ഈ സാമ്രാജ്യങ്ങളെല്ലാം കെട്ടിപ്പടുത്തത്. പാവം പലസ്തീനികളുടെ കണ്ണീര് വിറ്റ കാശ് കൊണ്ടാണ് യുവന്മാർ ഈ ആർഭാട ജീവിതം നയിച്ചിരിക്കുന്നത്.